പഠിക്കുന്ന ഒരാൾ മായയിലേക്ക് വരുമ്പോൾ ഉള്ള കാര്യങ്ങൾ തൊട്ട് തന്നെയാണ് ഞാൻ ഇതിനകത്ത് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത്. ഓക്കെ, ടെക്സ്ചറിങ് വരെയുള്ള കാര്യങ്ങൾ നമ്മൾ ഈ ഒരു പോർഷനകത്ത് പോകുന്നുണ്ട്. അപ്പം നമുക്ക് നേരെ ആ ഒരു പുതിയൊരു സ്ക്രീനിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ പുതിയ മായ സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്തിട്ടുണ്ട്. നോർമലി എടുക്കുന്ന സമയത്ത് മായ ഈ ഒരു ഡിസ്പ്ലേ ആയിരിക്കും നമുക്ക് തരുന്നത്, അല്ലെങ്കിൽ ഒരു 4 വ്യൂ ഡിസ്പ്ലേ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക. ഓക്കെ, ഇതുപോലുള്ള പാനൽസ് നമുക്ക് അവൈലബിൾ ആയിരിക്കും. അപ്പം നമുക്ക് മായൻ്റെ ഒരു ബേസിക്സ് നമുക്കറിയാം. മായ ബ്ലെൻഡർ അതുപോലെ പല സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അതിനകത്തെല്ലാം നമുക്ക് ഓൾറെഡി അറിയാവുന്ന ഒരു കാര്യമുള്ളൂ. 3 ഡയമെൻഷൻ സോഫ്റ്റ്വെയർ ആണ് 3D ഈ ഒരു 3D മായ എന്ന് പറയുന്ന ഒരു സോഫ്റ്റ്വെയർ. ഓക്കെ, അപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് ഓരോന്നിനകത്തോട്ട് പോകാൻ വേണ്ടിയുള്ള ഷോർട്ട് കട്ട്സ് കീസ് ഒക്കെ ഞാൻ പറഞ്ഞുതരാം. ജസ്റ്റ് സ്പേസ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ വ്യൂസിനകത്തോട്ട് സൂം ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഏത് വ്യൂ ആണോ നിങ്ങൾക്ക് വലുതായി കാണേണ്ടത് ആ ഒരു വ്യൂവിൻ്റെ അവിടെ മൗസ് കൊണ്ടുവരിക. ജസ്റ്റ് സ്പേസ് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു സ്പേസിലോട്ട് അല്ലെങ്കിൽ ആ ഒരു വ്യൂവിലോട്ട് നമുക്ക് സൂം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതുപോലെ തന്നെ ടോപ്പ് വ്യൂ ഉണ്ട്, ഫ്രണ്ട് വ്യൂ, സൈഡ് വ്യൂസ് ആണ് നമുക്കിത് കിട്ടുന്നത്. അതുകൂടാതെ എക്സ്ട്രാ ആയിട്ട് വരുന്ന ഒന്നാണ് നമുക്ക് ഈ പെർസ്പെക്റ്റീവ് വ്യൂ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അത് നമുക്ക് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. അതിൻ്റെ ഷോർട്ട് കട്ട്സ് കാര്യങ്ങളൊക്കെ വരുന്നത് Alt + Left കീ യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് റൊട്ടേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാം. കെർസറും ആൾട്ടും കൂടി യൂസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാനിങ് ഷോട്ട് ഇതൊക്കെ എടുക്കാൻ പറ്റും. പിന്നെ അതുപോലെ സൂം ഇൻ സൂം ഔട്ട്, സ്ക്രോളർ യൂസ് ചെയ്ത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുക. അതുപോലെ തന്നെ ആൾട്ടും റൈറ്റ് ക്ലിക്ക് യൂസ് ചെയ്ത് സൂം ഇൻ സൂം ഔട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ സ്റ്റാർട്ടിങ് വരാം. അപ്പോൾ നമ്മൾ ഏത് ടൈമിലൊരു പ്രൊജക്റ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇതിൻ്റെ ഒരു സെറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞൊരു കാര്യം ചെയ്തിട്ടുണ്ടായിരിക്കണം. നിങ്ങൾ സെറ്റ് ചെയ്യാം. അതായത് ഇവിടെ താഴത്താണ് വരുന്നത് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ട് അതിൽ സെറ്റ് പ്രൊജക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ സെറ്റ് പ്രൊജക്റ്റ് കൊടുത്തു. അപ്പോൾ നിങ്ങൾക്ക് എങ്ങോട്ടാണോ സേവ് ചെയ്യേണ്ടത്, ഞാനപ്പോൾ ഇന്ന് ഒരു പുതിയൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു പേരെന്തെങ്കിലും കൊടുക്കും. ബുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് പേര് കൊടുക്കും. ബുക്കിന് നമ്മൾ പേര് കാര്യങ്ങളൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ബുക്കെന്ന് മാത്രമേ പേര് കൊടുത്തിട്ടുള്ളൂ. ആ ഒരു ഫോൾഡറിനകത്ത് നമ്മൾ കയറണം. നമ്മൾ ഫോൾഡർ ക്രിയേറ്റ് ചെയ്താൽ മാത്രം പോരാ, ഫോൾഡറിനകത്ത് കയറി വേണം നമ്മൾ സെറ്റ് പ്രൊജക്റ്റ് കൊടുക്കാൻ വേണ്ടി. ഇപ്പോൾ ഞാനിപ്പോൾ ബുക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കയറിയിട്ട് സെറ്റ് കൊടുക്കുക. ആ സമയത്ത് നിങ്ങൾക്ക് ഇതുപോലൊരു മെസ്സേജ് വരുന്നുണ്ടാവും. ആ ബുക്കിൻ്റെ അകത്തോട്ട് തന്നെ, അതായത് നമ്മൾ ബുക്ക് എന്ന് പറഞ്ഞൊരു ഫോൾഡർ ഉണ്ടാക്കി അതിനകത്തോട്ട് തന്നെയാണ് വന്നിരിക്കുന്നത് എന്നുള്ളതിൻ്റെയാണ്. ഒരു വർക്ക് സ്പേസ് എന്ന് പറഞ്ഞൊരു സംഭവം അവിടെ വന്നിട്ടുണ്ടാവും. അപ്പം ക്രിയേറ്റ് ഡിഫോൾട്ട് വർക്ക് സ്പേസ് കൊടുക്കുക. ഓക്കെ, ലൊക്കേഷൻ മാറ്റണമെങ്കിൽ മാത്രം മാറ്റിയാൽ മതി. ഇപ്പോൾ നമുക്കത് തന്നെ മതി. ഓക്കെ, ഇപ്പോൾ ക്രിയേറ്റ് കൊടുത്തു. അതവിടെ തന്നെ വന്നിട്ടുണ്ടോ എന്നൊന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ നേരെ നമ്മളുടെ ഡ്രൈവിലോട്ട് വന്നു. ഡ്രൈവിൽ ബുക്ക് എന്ന് പറഞ്ഞപ്പോൾ ഒരു ഫോൾഡർ ഓക്കെ ചെയ്തേ കിടക്കുന്നു. അപ്പോൾ ഈ ബുക്കിനകത്ത് വർക്ക് സ്പേസ് എന്ന് പറഞ്ഞിട്ടൊരു ഫോർമാറ്റ് നമുക്ക് ഇതിൽ വന്നിട്ടുണ്ടാവും. അത് സ്ക്രിപ്റ്റാണ് വരുന്നത്, മായ സ്ക്രിപ്റ്റ് ഫയലാണത്. അതിലൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. പ്രൊജക്റ്റ് വിൻഡോ നെക്സ്റ്റ് ആയിട്ട് ചെയ്യേണ്ടത് പ്രൊജക്റ്റ് വിൻഡോ എന്ന് പറഞ്ഞാൽ, അതായത് നമ്മൾ സെറ്റ് പ്രൊജക്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ ശേഷം നമുക്കിത് ഓരോ ഫോൾഡേഴ്സ് ആയിട്ട് വെക്കേണ്ടതുണ്ട്. അതായത് സീൻസ് എന്ന് പറയുന്ന ഫോൾഡേഴ്സ് ഉണ്ടാവും. അതായത് നിങ്ങളുടെ മായ ഫയൽ സേവ് ചെയ്യേണ്ട ഫോൾഡേഴ്സ്, ഇമേജസ് സേവ് ചെയ്യേണ്ടത്, ഡൗൺലോഡ് റെഫറൻസുകൾ സേവ് ചെയ്യേണ്ട ഫോൾഡേഴ്സ്, അതൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതൊക്കെ ഒറ്റയടിക്ക് കിട്ടാൻ വേണ്ടിയുള്ള ഒരു ഓപ്ഷനാണ് പ്രൊജക്റ്റ് വിൻഡോ എന്ന് പറയുന്നത്. അതെടുത്തു കഴിഞ്ഞാൽ ഇതുണ്ട്, നിങ്ങൾക്കിവിടെ പേരുകളായിട്ട് തന്നിട്ടുണ്ട്. ഇമേജസ്, അതുപോലെ സൗണ്ട്, മൂവീസ്, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. പേര് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചേഞ്ച് ചെയ്താൽ മതി. പരമാവധി ചേഞ്ച് ചെയ്യാതിരിക്കുന്നതായിരിക്കും ബെറ്റർ. എന്നുവെച്ചാൽ പ്രൊഡക്ഷനിൽ വരുന്നവരൊക്കെ ഓൾമോസ്റ്റ് ഈ പേരുകൾ തന്നെയാണ് ഫോളോ ചെയ്യുന്നത്. അപ്പം ബാക്കിയുള്ളവർക്ക് മനസ്സിലാക്കാൻ വേണ്ടി സെയിം പേരുകൾ തന്നെ കൊടുക്കുക. ഓക്കെ, അക്സെപ്റ്റ് കൊടുത്താൽ മതി, വേറെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അക്സെപ്റ്റ് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളൊരു കാര്യം ചെക്ക് ചെയ്യുക. നിങ്ങൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ഫോൾഡേഴ്സിനകത്ത് ബുക്ക് എന്ന് പറയുന്ന ഫോൾഡറിൽ ഇതുണ്ട്. അപ്പോൾ കുറേ ഫോൾഡേഴ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവും. ഇതിനകത്തൊന്നുമില്ല. ഇതിനകത്ത് നിങ്ങളുടെ വർക്കുകൾ വരുന്ന സമയത്ത്, അതായത് നിങ്ങളിപ്പം നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് കൊണ്ടുവരുന്ന ഇമേജസ് ഉണ്ടാവും. അപ്പോൾ അത് സോഴ്സ് ഇമേജസിലിടുക. അതുപോലെ UV കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾക്ക് ഇതിനകത്ത് തന്നെ സേവ് ചെയ്യാനുള്ള ഓരോരോ ഫോൾഡേഴ്സാണ് അവർ തന്നത്. ഇൻ കേസ് ഇപ്പോൾ ആനിമേഷൻ ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ മൂവീസ് കാര്യങ്ങൾ, അതുപോലെ സൗണ്ട് കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാനുള്ള സ്പേസസ് ആണ് ഇവർ ഓരോ ഫോൾഡേഴ്സായിട്ട് തന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കുള്ള ഇതിൻ്റെ ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇൻ കേസ് ഇപ്പോൾ നിങ്ങൾക്ക് വേറെ സിസ്റ്റത്തിലോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഈ ബുക്ക് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ അതേപടി നിങ്ങൾക്ക് കൊണ്ടുപോയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് മിസ്സിങ് വരത്തില്ല. ടെക്സ്റ്റേഴ്സ് മിസ്സിങ്ങോ അല്ലെങ്കിൽ അതുപോലെയുള്ള സൗണ്ട് മിസ്സിങ്സോ ഒന്നും വരത്തില്ല, ഒറ്റ ഫോൾഡർ അങ്ങനെ കൊണ്ടുപോകുമ്പോൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു കാര്യം ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റത്തെ ആ ഒരു സ്റ്റെപ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ടൂൾസ്, ഈ ഒരു ഷേപ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നതിനെ കുറിച്ചുള്ള വീഡിയോസ് നമ്മൾ വേറെ ഇടാം. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് കുറച്ച് കാര്യങ്ങളും കൂടി കിട്ടും നിങ്ങൾക്ക്. ഇപ്പം ഷേപ്സ് ഇവിടെ ഇല്ലെന്നുണ്ടെങ്കിൽ ക്രിയേറ്റിനകത്ത് അവൈലബിൾ ആണ്. ക്രിയേറ്റിനകത്ത് പോളിപ്രിമിറ്റീവ്സിനകത്ത് ഈ ഒരു ഷേപ്സ് നമുക്ക് കിട്ടും. അവിടെ എക്സ്ട്രാ കുറച്ച് ഷേപ്സും കൂടെ നമുക്ക് അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സ്പേസ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഷേപ്സിൻ്റെ ആ ഒരു ഓപ്ഷൻസ് അവൈലബിൾ ആയിട്ട് വരും. ഇപ്പം 3 രീതിയിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. ഓരോരുത്തരുടെ യൂസ് അനുസരിച്ചായിരിക്കും.
അവർക്ക് ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാൻ വേണ്ടിയാണ് ആ ഒരു മെത്തേഡ് അവർ ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ബുക്കിൻ്റെ കേസിലോട്ട് വരുന്ന സമയത്ത് ലൂപ്പുകൾ ആഡ് ചെയ്യേണ്ടതായിട്ടാണ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് ഈ സൈഡിലായിട്ട് ഒരു ലൂപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ആ ഒരു ബൈൻഡിങ് ഉണ്ടാവില്ല, ആ ബൈൻഡിങ് ആണ് നമ്മളിപ്പോൾ ആഡ് ചെയ്യുന്നത്. അതുപോലെ മേളിലും താഴത്തുമായിട്ടും ആ ഒരു ബൈൻഡിങ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ബുക്കിൻ്റെ ആ ഒരു കവർ പേജിൻ്റെ തിക്നെസ് നിങ്ങൾക്ക് ഇവിടെ സെറ്റ് ചെയ്യാൻ പറ്റും. രണ്ട് സൈഡിലും ക്ലോസ് ചെയ്തിട്ടുള്ള മോഡലാണ് നമ്മൾ പറഞ്ഞിരുന്നു. അപ്പം ഈ ഒരു സൈഡ് മാത്രം മതി. എന്ന് വെച്ചാൽ ഇവിടെ ഓപ്പണിംഗ് ആയതുകൊണ്ട് നമ്മൾ അവിടെ ഒന്നും കൊടുക്കുന്നില്ല. ഈ സൈഡിൽ ബൈൻഡിങ് ഉള്ളതുകൊണ്ടാണ് ആ ഒരു തിക്നെസ് നമ്മൾ കൊടുത്തത്. ഓക്കെ, നെക്സ്റ്റ് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഷിഫ്റ്റ് വെച്ചിട്ട് നിങ്ങളുടെ ആ ഒരു പേപ്പേഴ്സ് വരുന്ന ആ ഒരു ഏരിയ സെലക്ട് ചെയ്യുക. ജസ്റ്റ് അകത്തോട്ട് എക്സ്ട്രൂഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങളെപ്പോഴും ഷിഫ്റ്റ് ക്ലിക്ക് ചെയ്ത് പിടിച്ചുകൊണ്ട് ഈ ഒരു സ്കെയിൽ ടൂൾ വെച്ചുള്ള എക്സ്ട്രൂഡ് ചെയ്യാതിരിക്കുക. അതിന് പകരം നിങ്ങൾ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് എക്സ്ട്രൂഡ് ഫേസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഈ ഒരു തിക്നെസ് നിങ്ങൾക്ക് കറക്റ്റ് കാൽക്കുലേഷൻ വെച്ചിട്ട് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഞാനൊരു -0.1 ആണ് കൊടുക്കുന്നത്. അപ്പോൾ കണ്ടോ, കറക്റ്റ് ആ ഒരു ഇത് തന്നെ മെഷർമെൻറ്റ് നമുക്ക് കിട്ടും. അല്ലാതെ നിങ്ങൾ മറ്റേ സ്കെയിൽ ടൂൾ യൂസ് ചെയ്യുമ്പം ഒരു ഐഡിയ ഉണ്ടാവില്ല, വെറുതെ നമ്മൾ വലിച്ചകത്തോട്ട് വെക്കുകയാണ്, കാൽക്കുലേഷനൊന്നും ഇല്ല അതിൽ. അപ്പം ആ ഒരു കാര്യം സെറ്റ് ചെയ്ത് കഴിഞ്ഞു. അതായത് നമ്മുടെ ഓൾമോസ്റ്റ് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബുക്ക് ആയി കണ്ടോ, ക്ലോസ് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ബുക്ക് നമ്മുടെ കയ്യിലായിട്ടുണ്ട്. പക്ഷേ നമ്മളിപ്പോൾ കാണിച്ച ഇമേജിനകത്ത് ടെക്സ്ചർ കാര്യങ്ങളുണ്ടായിരുന്നു, അതായത് പുറത്തുകൂടി ആ ഒരു കവർ കാര്യങ്ങൾ പോയിട്ടുണ്ട് അല്ലേ. അപ്പം ഇപ്പം നമുക്ക് നേരെ പോയി അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് സെറ്റ് ആവില്ല. എന്ന് വെച്ചാൽ കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്. ഇപ്പോൾ നമ്മൾ സാധാരണ ഒരു മെറ്റീരിയൽ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഒരു ടെക്സ്ചർ അപ്ലൈ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അസൈൻ ന്യൂ മെറ്റീരിയൽ, അതായത് റൈറ്റ് ക്ലിക്ക് ചെയ്ത് പിടിക്കുക, അസൈൻ ന്യൂ മെറ്റീരിയൽ എന്ന് പറയുന്ന ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതിനകത്ത് ബ്ലിൻ, ലാംബർട്ട് എന്ന് പറഞ്ഞ 2 ഓപ്ഷൻസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ട്. അതിൽ ബ്ലിൻ എന്ന് പറയുന്നത് റിഫ്ലക്ഷൻ ഉണ്ടാവും, ലാംബർട്ട് റിഫ്ലക്ഷൻ ഇല്ലാത്ത. ഏത് വേണമെങ്കിൽ ചൂസ് ചെയ്തോ, കുഴപ്പമില്ല. ബ്ലിൻ എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷൻ ഉണ്ടാവും ഞാൻ പറഞ്ഞായിരുന്നു. അതിനകത്ത് കളർ ഇവിടെ വേണമെങ്കിൽ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇൻ കേസ് ഈ ഒരു ഓപ്ഷൻ ആട്രിബ്യൂട്ട് എഡിറ്റർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ, ഓക്കെ, ഇവിടുന്ന് മൂന്നാമതുള്ള ഈ ഒരു മേളിൽ വർക്ക് സ്പേസിൻ്റെ ഒക്കെ താഴത്തായിട്ട് ഇതുണ്ട്. ഇവിടുന്ന് മൂന്നാമത് കിടക്കുന്നത് ഏത് സൈഡിൽ നോക്കിയാലും മൂന്നാമത് തന്നെ. ഓക്കെ, ക്ലിക്ക് ചെയ്യുക ആട്രിബ്യൂട്ട് എഡിറ്റർ. അതിൻ്റെ ഏറ്റവും അവസാനം വരുന്നതാണ് ബ്ലിൻ. ഏറ്റവും അവസാനം നിങ്ങളുടെ മെറ്റീരിയൽ വരും. ഓക്കെ, അപ്പോൾ ഈ ഒരു മെറ്റീരിയലിൽ ടെക്സ്ചറിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യുക. അതായത് ഈ ഒരു ബോക്സിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത്. അവിടെ ഫയലിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇപ്പോൾ ഓൾറെഡി സോഫ്റ്റ്വെയർ അറിയാവുന്നവർക്കാണെങ്കിൽ ഓക്കെ ഈ കേസൊക്കെ അറിയാൻ പറ്റും. ഇതിപ്പം ബേസിക്സിലോട്ട് വരുന്നവരുണ്ടെങ്കിൽ അവർക്ക് ഒന്ന് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയാണ് ഞാൻ ജസ്റ്റ് എല്ലാം ഒന്ന് പറഞ്ഞു പോകുന്നത്. ഓക്കെ, ഈ ഒരു ഫോൾഡറിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ജസ്റ്റ് ആ ഫോൾഡറിൽ ക്ലിക്ക് ചെയ്തു. എവിടെയാണോ നിങ്ങളുടെ ടെക്സ്റ്റ് നിങ്ങൾ സേവ് ചെയ്ത് വെച്ചിരിക്കുന്നത് അവിടെ നിന്ന് ജസ്റ്റ് നിങ്ങൾ ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ തൽക്കാലത്തേക്ക് ഒന്ന് കാണിക്കാൻ വേണ്ടി മാത്രമായിട്ട് ഒരു ഫോട്ടോ ഇവിടെ ജസ്റ്റ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. നോക്കാം, അത് ഇവിടെ ആഡ് ചെയ്തു, പക്ഷേ ഇതിനകത്ത് വന്നിട്ടില്ല. ഓക്കെ, നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ഏറ്റവും മേളിൽ ഇതുണ്ട്, ഈ ഒരു വ്യൂസ് ലൈറ്റ് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടില്ലേ, അവിടെ തന്നെ ആയിട്ട് ഒരു ചെക്കറിൻ്റെ ഷേപ്പിലുള്ള ഒരു സ്പിയർ കാണാൻ പറ്റും. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ടെക്സ്ചർ എന്താണോ ആ ടെക്സ്റ്റ് ഇവിടെ വരും. പക്ഷേ ഇവിടെ വരുന്ന പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടോ, വലിഞ്ഞിരിക്കുന്ന പോലത്തെ ഒക്കെ പ്രശ്നങ്ങൾ വരാനായിട്ട് ചാൻസ് കൂടുതലാണ്. നമ്മൾ ഉദ്ദേശിക്കുന്ന ടെക്സ്ചർ ഇതല്ല, അത് വേറെ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം ഫോട്ടോഷോപ്പിൽ. അപ്പം ഇതിപ്പോൾ ഇങ്ങനെ വലിഞ്ഞിരിക്കുന്നതിൻ്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിൻ്റെ UV കറക്റ്റ് ചെയ്യാത്തതുകൊണ്ടാണ്. അപ്പോൾ ഈ UV എന്ന് പറയുന്ന കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രോസസ്സ് തന്നെയാണ്. നോർമലി ഉള്ള കളറാണെങ്കിൽ കുഴപ്പമില്ല, സാധാരണ ഒരു കളർ മാത്രം മതി എന്നുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് ചെയ്തു പോകുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു ബേസിക് മെറ്റീരിയൽ ആദ്യം കൊടുക്കും, ബ്ലിന്നോണ്ട് ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, അതിന് ഇഷ്ടമുള്ള കളർ നിങ്ങൾക്ക് കൊടുക്കാം. ഇപ്പം ജസ്റ്റ് ഒരു ലൈറ്റ് കളറോ എന്തെങ്കിലും കൊടുത്തു. ആ പേപ്പർ വരുന്ന സ്പോട്ടിൽ ഉള്ള ഫേസ് സെലക്ട് ചെയ്യുക, അസൈൻ ന്യൂ മെറ്റീരിയൽ, അവിടെ ബ്ലിൻ സെപ്പറേറ്റ് കൊടുക്കുക, വൈറ്റ് കളറാക്കി കൊടുക്കുക. ബുക്കിൻ്റെ ആ ഒരു നോർമലി ഉള്ള ഒരു ബുക്കിൻ്റെ ഒരു ഇത് കിട്ടി നിങ്ങൾക്ക് കണ്ടോ. ജസ്റ്റ് കളർ മാത്രം മതിയെങ്കിൽ അല്ല, ടെക്സ്ചർ തന്നെ വേണം, അല്ലെങ്കിൽ ഒരു കവർ പേജിൻ്റെ ആ ഒരു ഇമേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അതായത് ഞാനിപ്പോൾ കാണിച്ച ഒരു ഇമേജ്, അപ്പോൾ അതുപോലത്തെ തന്നെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ UV എടുത്തേ പറ്റത്തുള്ളൂ. അപ്പോൾ UV എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ഇപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ UV എടുക്കാൻ വേണ്ടി നമുക്ക് ചെയ്യേണ്ടത് നേരെ 2 ഓപ്ഷൻ എടുക്കാം. ഒന്ന് UV എന്ന് പറയുന്ന ഈ ഓപ്ഷനിൽ UV എഡിറ്റർ വഴി എടുക്കാം. പക്ഷേ ഞാനത് ചൂസ് ചെയ്യാത്തതെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ ഡിസ്പ്ലേയിൽ ഇങ്ങനെ ഇതിൻ്റെ മേളിൽ ഇങ്ങനെ വന്ന് കിടക്കുമ്പോൾ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ അതിന് പകരം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വർക്ക് സ്പേസിനകത്ത് UV വേണ്ടി ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് UV എഡിറ്റിംഗ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ ഒരു ഓപ്ഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടി ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് 2 ഡിസ്പ്ലേ ആയിട്ടായിരിക്കും കിട്ടുന്ന സമയത്ത്. അപ്പോൾ അതിൽ ഒരു ഡിസ്പ്ലേ നമുക്ക് UV, ഒരു ഡിസ്പ്ലേ നമ്മുടെ 3D മോഡലായിട്ടും കിട്ടും. ഓക്കെ, ആദ്യം ചെയ്യേണ്ടത് ഫേസ് സെലക്ട് ചെയ്യുക. UVക്കകത്ത് ഫേസ് സെലക്ട് ചെയ്യുക. ഫുൾ ഫേസ് ആണ് സെലക്ട് ചെയ്തേക്കുന്നത്. ക്രിയേറ്റിനകത്ത് പ്ലാനർ കൊടുക്കുക. ഓക്കെ, അപ്പോൾ ക്രിയേറ്റിനകത്ത് പ്ലാനർ കൊടുത്തിട്ടുണ്ട്.
പ്ലാനർ കൊടുത്തു കഴിയുമ്പോൾ ഈ ഒരു രീതിയിലായിരിക്കും നിങ്ങളുടെ ബുക്കിൻ്റെ ആ ഒരു UV കിട്ടുന്നത്. വേണ്ട വലിഞ്ഞിരിക്കുന്നുണ്ട്, ഈ ചെക്കേഴ്സ് വലിഞ്ഞിരിക്കുന്നത് നോക്കിയാൽ മതി. ഇൻ കേസ് ആ ചെക്കേഴ്സ് നിങ്ങൾക്ക് വന്നില്ലെങ്കിൽ ഇവിടെ ഏറ്റവും മേളിലായിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ, ഒരു ബോക്സ് ചെക്കർ കൊടുത്തിട്ടുണ്ട്, ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും. അപ്പോൾ നമ്മൾ നേരെ എഡ്ജുകൾ സെലക്ട് ചെയ്യുക, അതായത് ആ പേപ്പറുകളുടെ സൈഡിൽ കൂടി പോയേക്കുന്ന എഡ്ജസ് മാത്രമാണ് ഞാനിപ്പം സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ശ്രദ്ധിച്ച് സെലക്ട് ചെയ്യുക, വേറെ ഭാഗങ്ങളൊന്നും സെലക്ട് ആവരുത്. ഓക്കെ, എല്ലാ സൈഡിലുള്ള എഡ്ജസും സെലക്ട് ആയെന്ന് ഉറപ്പ് വരുത്തിയ ശേഷം മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, UVൻ്റെ അവിടെ വന്നിട്ട് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യണം. ഓക്കെ, ഒബ്ജക്റ്റിൻ്റെ അവിടെ അല്ല, UVൻ്റെ അവിടെ തന്നെ ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, കട്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കൊടുക്കുക. ഓക്കെ, കട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ കൊടുക്കുക. ഇപ്പോൾ ഇത് നോക്കിയാൽ മതി, 2 ഒബ്ജക്റ്റായി മാറിയിട്ടുണ്ടാവും. ഞാൻ ഇത് UV എന്ന് പറയുന്ന ഓപ്ഷൻ റൈറ്റ് ക്ലിക്ക് ചെയ്ത് UV എടുത്തു, ഡബിൾ ക്ലിക്ക് ചെയ്ത ശേഷം മൂവ് ചെയ്യുമ്പോൾ ഇതുണ്ടോ വേറൊരു ഒബ്ജക്റ്റായിട്ട് നിൽക്കുന്നത് കാണാൻ പറ്റും. ഇത് നമ്മുടെ ആ പേപ്പറിൻ്റെ ഭാഗമാണ് ഈ വരുന്നത് കണ്ടോ, ഇത് ആ പേപ്പറിൻ്റെ ഭാഗം സെലക്ഷൻ വരുന്നത് കാണാൻ പറ്റും നിങ്ങൾക്ക്. അതുപോലെ ഇത് ബാക്കി കവർ ഏരിയയാണ് വരുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ആളെ നിവർത്തിയെടുക്കണം, അതാണല്ലോ UVൻ്റെ പ്രധാന ആവശ്യം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഇയാളെ നിവർത്താം. അപ്പം ചെയ്യേണ്ടത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്യുക, അൺഫോൾഡ് കൊടുക്കുക. ഓക്കെ, നേരത്തെ നമ്മൾ എഡ്ജ് വെച്ചിട്ടാണ് സെലക്ട് ചെയ്തത്, കട്ട് ചെയ്യാൻ വേണ്ടി എഡ്ജ് സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്തപ്പോഴാണ് കട്ട് ചെയ്തത്. ഇത് UV റൈറ്റ് ക്ലിക്ക് ചെയ്ത് UV എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കുക, ഫുൾ സെലക്ഷൻ ചെയ്തു, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് അൺഫോൾഡ് ഉണ്ടോ, നടുക്കളി അൺഫോൾഡ് ആണ് കൊടുക്കേണ്ടത്. ജസ്റ്റ് ചെയ്യുമ്പോൾ ഇതുപോലെ അത് നിവർന്ന് വരുന്നത് കാണാൻ പറ്റും. ജസ്റ്റ് സ്കെയിൽ ചെയ്ത് കൊടുക്കുക, സ്കെയിൽ ചെയ്ത് കറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ട് എത്ര നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ പറ്റുമോ അത്രയും സ്ട്രെയിറ്റ് ആയിട്ട് കൊണ്ടുവന്ന് വെക്കുക. അതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ കണ്ടോ വലിഞ്ഞിരിക്കുന്ന പോലെ എന്നിട്ടും വന്നിട്ടുണ്ട്, അത് നിങ്ങളിവിടെ ഒന്ന് സ്കെയിൽ ചെയ്ത് അഡ്ജസ്റ്റ് ചെയ്താൽ മതി. കണ്ടോ, അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്ത് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങളുടെ ആ ഒരു സ്ക്വയർ ഷേപ്പുള്ള ഓരോരോ സ്ക്വയർസും കറക്റ്റ് ആണോ എന്നുള്ളത് നോക്കുക, പിക്സൽസ്. ഓക്കെ ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇല്ല, കുറച്ചും കൂടി. യെസ്, ഓക്കെ, നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ അത് മാറിപ്പോകുന്നുണ്ടല്ലേ. നമുക്ക് നോക്കാം അതെന്താണ് ഇഷ്യൂ എന്നുള്ളത്. ഇങ്ങനെ സ്കെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ ഓക്കെ, അതെന്തായാലും അങ്ങനെ നിൽക്കട്ടെ. നമുക്ക് നോക്കാം അതെന്താ ഇഷ്യൂ എന്നുള്ളത്. പ്രശ്നമില്ല, നമുക്കത് സെറ്റ് ചെയ്യാന്നുള്ളത്. കണ്ടോ, സൈസ് അഡ്ജസ്റ്റ്മെൻറ്റ്സിലൊന്നൊരു ചെറിയൊരു കാര്യമാണത്, വലിഞ്ഞു പോകാതിരിക്കണം, അത്രേ ഉള്ളൂ. ഓക്കെ, കറക്റ്റ് എവിടെയെങ്കിലും കൊണ്ടുപോയി സെറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ ഇയാളെ നമുക്ക് അൺഫോൾഡ് ചെയ്യണം. പക്ഷേ ഇയാളെ അൺഫോൾഡ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിച്ചോണം, ഇതുണ്ടോ വലിഞ്ഞ് ഇരിക്കുന്ന പോലെയൊക്കെ പ്രശ്നം വരും, വളഞ്ഞു പോയ പോലെയൊക്കെ പ്രശ്നം വരും. സെയിം അൺഫോൾഡാണ് കൊടുത്തത്, ഞാൻ UV സെലക്ട് ചെയ്തു, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് ചെയ്ത് അൺഫോൾഡ് ചെയ്ത് കൊടുത്തതേ ഉള്ളൂ. ഓക്കെ, ഇവിടെ ചെയ്യേണ്ട കേസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഇതുണ്ടോ കട്ടിങ് പോലെയൊക്കെ വരുന്നത്, ഓവർലാപ്പ് ചെയ്ത പോലെയൊക്കെ പ്രശ്നം വരുന്നുണ്ട്. നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, സൈഡ് വശം മാത്രം ഒന്ന് കട്ട് ചെയ്യുക, എഡ്ജ് സെലക്ട് ചെയ്യുക, ഡബിൾ ക്ലിക്ക് ചെയ്യുക, ഷിഫ്റ്റ് റൈറ്റ് ക്ലിക്ക് കട്ട് കൊടുക്കുക. എല്ലാ സൈഡും എല്ലാ കോർണേഴ്സിലും ഉള്ള എഡ്ജസും അതുപോലെ കട്ട് ചെയ്യുക. ഓക്കെ, അവിടെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇപ്പുറത്തെ ഭാഗത്തും കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ അൺഫോൾഡ് ചെയ്യാം. അൺഫോൾഡ് ചെയ്തു, കറക്റ്റ് ആകുന്നത്. ഇപ്പം നമുക്ക് ഒറ്റയടിക്കാൻ ഇവിടെ സെറ്റ് ചെയ്ത് കിട്ടണമെന്നുണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്താൽ മതി, ഫുൾ UV സെലക്ട് ചെയ്ത ശേഷം അല്ലെങ്കിൽ ഫേസ് സെലക്ട് ചെയ്ത ശേഷം മോഡിഫൈയിൽ ലേഔട്ട് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഒന്നുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ചെയ്ത് അവർ കൊണ്ടുവന്ന് വെച്ച് തരും. അത് നമ്മൾ കിടന്ന് കഷ്ടപ്പെട്ട് സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, മായ തന്നെ അത് നമുക്ക് ലേഔട്ട് സെറ്റ് ചെയ്ത് തരും. ഓക്കെ, അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്കത് എന്നുവെച്ചാൽ ചില കേസസ് ഒക്കെ വരുമ്പോൾ നമുക്കത് പണി വരാറുണ്ട്, അങ്ങനെ സെറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഫ്രണ്ട് വശം ഇതാണ്, ബാക്ക് വശം ഇതാണ്, ആ ഒരു കാര്യമൊക്കെ ഓർത്ത് വെച്ചേക്കണം. ഇവരെ നമുക്ക് ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുപോകാം. ഫോട്ടോഷോപ്പിലോട്ട് കൊണ്ടുപോകാനായിട്ട് അപ്പോൾ നമുക്ക് നേരെ ഇമേജസ്, UV സ്നാപ്ഷോട്ട്. അപ്പോൾ നമുക്ക് നമ്മളുടെ ഫോൾഡർ, ഇപ്പം വേറൊരു ഫോൾഡറാണ് കിടക്കുന്നത് ഇതിനകത്ത്, അപ്പോൾ അത് മാറ്റി നമ്മൾ എവിടെയാണോ സേവ് ചെയ്യുന്നത്, നമ്മുടെ ഒരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ബുക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഫോൾഡർ. ഓക്കെ, അതിനകത്ത് ഞാൻ തൽക്കാലം ഇപ്പം ഇമേജസിനകത്താണ് സേവ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇമേജസ് എന്ന് പറയുന്ന ആ ഒരു ഫോൾഡർ എടുക്കുക, അവിടെ നമ്മൾ പേര് കൊടുക്കണം, വെറുതെ കൊണ്ട് സേവ് ചെയ്യാനല്ല. അപ്പോൾ ഇത് ബുക്കാണ്, അപ്പോൾ ബുക്ക് UV എന്ന് പറഞ്ഞ് വേണം സേവ് ചെയ്യാനായിട്ട്. ഓക്കെ,
ബുക്ക് യു വി എന്ന് പറഞ്ഞ് സേവ് ചെയ്തു. അപ്ലൈ നേരെ സേവ് ആയിട്ടില്ല ഇപ്പോഴും. ഇപ്പം നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് സൈസ് കൊടുക്കാൻ പറ്റും. എത്ര സൈസിലാണ് അല്ലെ റെസൊല്യൂഷൻ ആ ഒരു കാര്യങ്ങളൊക്കെ സൈസ് എത്ര വേണമെന്നുള്ള നമുക്ക് ഇവിടെ കൊടുക്കാം. ഞാൻ നല്ലൊരു സൈസ് തന്നെ ഇപ്പോൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫോർമാറ്റ് ചെയ്ത് വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാം. ഇൻ കേസ് വേറെ മോഡലുകൾ വരുമ്പോൾ നിങ്ങൾക്കിപ്പോൾ ഈ ഒപ്പാസിറ്റി കേസസ് വരും. അതായത് ഇപ്പോൾ ഗ്ലാസ് ഒക്കെ വരും. ഇപ്പോൾ ഒരു വെഹിക്കിളിൻ്റെ കേസ് വരികയാണെങ്കിൽ ഗ്ലാസസ് ഒക്കെ വരും. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് PNG ഫോർമാറ്റ് ആയിരിക്കും ബെറ്റർ ഓപ്ഷൻ. ഇപ്പോൾ ഇതിനങ്ങനെ ആവശ്യമില്ല, JPG ഫോർമാറ്റ് മതി. ഓക്കെ, ഇപ്പം ഞാനത് ഇട്ടു. അതുപോലെ ഇവിടുത്തെ കളർ വൈറ്റ് കൊടുത്താൽ മതി. അതായത് നമ്മളുടെ ഈ വേർടെക്സുകളുടെ ആ ഒരു എഡ്ജ് ഫോട്ടോഷോപ്പിൽ വരുമ്പോൾ ഏത് കളർ വേണമെന്നാണ് ചോദിക്കുന്നത്. വൈറ്റ് മതി. അപ്ലൈ ആൻഡ് ക്ലോസ് കൊടുക്കുക. എനിക്കത് ക്ലോസ് ആയിട്ടുണ്ട്. അപ്പോൾ ഓക്കെ, പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് എന്തായാലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. നിങ്ങൾ നേരെ ഫോട്ടോഷോപ്പ് ഓപ്പൺ ചെയ്യാം. ഇനി ഫോട്ടോഷോപ്പിലാണ് നമ്മളുടെ ഫുള്ള് പരിപാടിയുള്ളത്. അതായത് ജസ്റ്റ് മോഡലിംഗ് കഴിഞ്ഞു നമ്മൾ ഓൾറെഡി. ജസ്റ്റ് ടെക്സ്റ്റും കൂടെ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്ത് വെച്ചുള്ള ബുക്കിൻ്റെ കാര്യം സെറ്റാണ്. അപ്പോൾ ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന ഒരു ബുക്ക്. ബാറ്റിൽ ടെസ്റ്റഡ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്കാണ്. അത് ഞാൻ വായിച്ചിട്ടൊന്നുമില്ല, എന്താ സംഭവമൊന്നും ഇത്ര പിടുത്തമില്ല, നോക്കണം. അപ്പം ജസ്റ്റ് ഈ ഒരു കവർ പേജാണ് നമ്മൾ നമ്മുടെ ബുക്കിന് കൊടുക്കാൻ പോകുന്നത്. ഓക്കെ, ചെയ്ത് വെച്ചിട്ടുണ്ട് ഇവിടെ. ആ ഒരു ഇതിൻ്റെ ആവശ്യം കഴിഞ്ഞു. നമ്മുടെ UV എന്ന് പറയുന്നതിൻ്റെ ഓപ്ഷൻ ആവശ്യം കഴിഞ്ഞിട്ടുണ്ട്. നേരെ മായ ക്ലാസിക്കിലോട്ട് മാറ്റി ഒബ്ജക്റ്റ് മോഡ് ആയിരിക്കണം. സെയിം ന്യൂ മെറ്റീരിയൽ കൊടുക്കുക. ബ്ലിന്നോ ലാംബർട്ടോ ഏതാണെന്ന് വെച്ചാൽ കൊടുക്കുക, കുഴപ്പമില്ല. ടെക്സ്ചർ ഈ ചെക്കറിൽ ക്ലിക്ക് ചെയ്യുക, ഫയലിൽ ക്ലിക്ക് ചെയ്യുക, ഫോൾഡർ ഈ ഒരു ഓപ്ഷൻ വരും. ആ ഒരു ഓപ്ഷനിൽ ഒന്നുകൂടി ക്ലിക്ക് ചെയ്യുക. എവിടെയാണോ നിങ്ങളുടെ ഇമേജ് സേവ് ചെയ്ത് വെച്ചേക്കുന്നത്, അതായത് നമ്മളിപ്പോൾ സേവ് ചെയ്തേക്കുന്ന ബുക്കിനവിടെ ഇമേജസ് എന്ന് പറയുന്ന ഫോൾഡറിലാണ് സേവ് ചെയ്തേക്കുന്നത് ടെക്സ്ചർ. ഓക്കെ, ഓപ്പൺ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇൻ കേസ് ഇപ്പോൾ ഇവിടെ ഇത് വന്നില്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നോക്കിയാൽ മതി. ഇവിടെ ഈ ടെക്സ്ചർ എന്ന് പറയുന്ന ഓപ്ഷൻ ആണോ നോക്കുക. പക്ഷേ ഒരു പ്രശ്നമുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുണ്ട്, സൈഡിൽ ടെക്സ്റ്റ് വന്നിട്ടില്ല. അതായത് നമ്മുടെ ബുക്കിൻ്റെ ആ ഒരു പേപ്പേഴ്സിൻ്റെ കളർ വന്നിട്ടില്ല. പ്രശ്നം വേറെ ഒന്നുമല്ല, നമ്മൾ നേരെ ഇവിടെ വന്നാൽ മതി. സംഭവം മനസ്സിലാവും. ഇവിടെ നമ്മൾ UV സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷെ നമ്മളവിടെ ആ ബുക്കിൻ്റെ ടെക്സ്ചർ കൊടുത്തിട്ടില്ല. ബുക്കിൻ്റെ ടെക്സ്ചർ നമ്മളിവിടെ കൊണ്ടുവന്ന് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായി. അതൊന്ന് ജസ്റ്റ് അവിടെ ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. വന്നു അതിനകത്ത് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് രണ്ട് രീതിയിൽ എടുക്കാം. ഒന്ന് ആട്രിബ്യൂട്ടിൻ്റെ ഇവിടെ ഈ ഒരു ആരോയിൽ റൈറ്റ് ക്ലിക്ക് ചെയ്ത് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങളുടെ ഒബ്ജക്റ്റിൽ റൈറ്റ് ക്ലിക്ക് ചെയ്തിട്ട് മെറ്റീരിയൽ ആട്രിബ്യൂട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഓപ്ഷൻ അവൈലബിൾ ആയിട്ട് വരും. അപ്പോൾ നമ്മൾ ഓൾറെഡി മെറ്റീരിയൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്ക് ആകെ കൂടി വേണ്ടത് ഈ ഒരു സൈഡ് വശം മാത്രമാണ്. ഒരു കാര്യം ചെയ്താൽ മതി, നമ്മളത് സേവ് ചെയ്ത് ഓൾറെഡി. അതുകൊണ്ട് ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം കളറിൻ്റെ ഇവിടെയുള്ള ഈ ഒരു ചെക്കറല്ല, ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത ശേഷം റീലോഡ് കൊടുത്താൽ മതി. കേട്ടോ, നമ്മളുടെ ബുക്കിൻ്റെ ആ ഒരു മോഡൽ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്.